നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ അധികൃതർ. വിവിധ പ്രദേശങ്ങളിൽ റവന്യൂ സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. 3 ദിവസത്തിനിടെ പിടികൂടിയത് അനധികൃത പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാന്തികളും 1 കംപ്രസറും. പരിശോധന തുടരുമെന്ന് അധികൃതർ. തൃശൂർ മുണ്ടൂരിലെ എണ്ണ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീയിട്ടത് മുൻ ജീവനക്കാരൻ. ലോക ഭൂപടത്തിൽ നിന്ന് കമ്മ്യൂണിസത്തെ മായ്ച്ചു കളയാൻ ആർക്കും കഴിയില്ലെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. രാജ്യത്ത് സമത്വത്തിന്റെ പ്രസ്ഥാനത്തെ നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയത് ത്യാഗോജ്ജല പോരാട്ടം. മണ്ണൂരിൽ CPI ലോക്കൽ സമ്മേളനം. കടമ്പഴിപ്പുറം വായില്യംകുന്നിൽ കുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് പ്രദേശവാസിയായ ശ്രീനാഥ്. ഇന്നലെ വൈകിട്ട് കുളത്തിൽ താഴ്ന്നുപോയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നു രാവിലെ. വാർത്തകൾ വിശദമായി. പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി പട്ടാമ്പി റവന്യൂ സ്ക്വാഡ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മേഖലയിൽ ശക്തമായ പരിശോധനയാണ് അധികൃതർ നടത്തിയത്. 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാന്തികളും 1 കംപ്രസറും റവന്യൂ സംഘം പിടിച്ചെടുത്തു. തിരുമിറ്റക്കോട് വില്ലേജിൽ എഴുമങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് അനധികൃതമായി മണ്ണെടുത്ത് കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 1 മണ്ണുമാന്തിയും 2 ടിപ്പർ ലോറികളും പിടിച്ചെടുത്തത്. തൃത്താല വില്ലേജിൽ മേഴത്തൂരിൽ അനധികൃതമായി ഖനനം നടത്തിക്കൊണ്ടിരുന്ന 1 മണ്ണുമാന്തിയും കപ്പൂർ വില്ലേജ് പരിധിയിലെ കുമരനല്ലൂരിൽ നിന്ന് അനുമതിയില്ലാതെ കരിങ്കല്ല് കടത്തുകയായിരുന്ന 1 ടിപ്പർ ലോറിയും റവന്യൂ അധികൃതർ പിടികൂടി. തൃത്താല വില്ലേജിൽ അനധികൃതമായി നെൽവയൽ പരിവർത്തനം നടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കംപ്രസർ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. കംപ്രസർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും മറ്റുള്ളവ കേരള മൈനർ മിനറൽ കൺസ്ട്രക്ഷൻ റൂൾ പ്രകാരവുമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി സബ് കളക്ടർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തഹസിൽദാർ TP കിഷോർ, ഡെപ്യൂട്ടി തഹസിൽദാർ ഷർമിള, വില്ലേജ് ഓഫീസർ ഷീജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ലോകത്തു നിന്ന് എഴുതിത്തള്ളാനാകില്ലെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. ഇന്ത്യ നിലനിൽക്കാൻ വലിയ ത്യാഗം സഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും ആഞ്ചലോസ് പറഞ്ഞു. മണ്ണൂരിൽ സംഘടിപ്പിച്ച CPI ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് എഴുത്തള്ളാൻ കഴിയില്ല. കാരണം ഇന്നത്തേതുപോലെ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നതിന് വലിയ തോതിൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ചരിത്രത്തെ തിരുത്തുവാൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പാഠപുസ്തക താളുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തമസ്കരിക്കുവാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ നാട്ടിലുണ്ട്. ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K വേലു, K മല്ലിക, KA മോഹൻദാസ്, മണ്ഡലം സെക്രട്ടറി മുരളി തരേക്കാട്, ശശിധരൻ, M ജയകൃഷ്ണൻ, P ബാബു എന്നിവർ സംസാരിച്ചു. KV ബാബു സ്വാഗതവും P ബാബു നന്ദിയും പറഞ്ഞു. പുതിയ ലോക്കൽ സെക്രട്ടറിയായി N തങ്കപ്പനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി P ബാബുവിനെയും തെരഞ്ഞെടുത്തു. 15 അംഗ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് പള്ളിപ്പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ മുണ്ടൂർ വേളക്കോട് ഓയിൽ ഗോഡൌണിൽ വൻ തീപിടുത്തം. തീയിട്ടത് മുൻ ജീവനക്കാരൻ ടിറ്റോ പോലീസിൽ കീഴടങ്ങി. പുലർച്ചെ 3:30യോടെയാണ് എണ്ണ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു. വേളക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഗൾഫ് പെട്രോ കെമിക്കൽസ് ഓയിൽ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളം, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നായി 8 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആദ്യഘട്ടത്തിൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിരുന്നില്ല. പിന്നീടാണ്
തീവെച്ചത് താനാണെന്ന് അവകാശപ്പെട്ട് മുൻ ജീവനക്കാരൻ മെഡിക്കൽ കോളേജ് പോലീസിൽ കീഴടങ്ങിയത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തിലാണ് തീവെച്ചതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി. പുലർച്ചെ 3:30 ആരംഭിച്ച തീപിടുത്തം ഫയർഫോഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാവിലെ 8:45 അണയ്ക്കാനായത്. തീപിടുത്തം രാത്രിയിലായതിനാൽ ആളപായം ഒഴിവായി. തീപിടുത്തത്തിൽ സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിലേക്കും തീ പടർന്നു. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കടമ്പഴിപ്പുറം വായില്യംകുന്ന് ആറാട്ടുകുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കഴുത്തിട്ടിലിൽ വീട്ടിൽ പരേതനായ സുകുമാരന്റെ മകൻ 28 വയസ്സുള്ള ശ്രീനാഥാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4:30 ശ്രീനാഥ് കുളത്തിൽ താഴ്ന്നുപോയത്. കോങ്ങാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. 6:30 പാലക്കാട്ട് നിന്ന് സ്കൂബ ടീം എത്തി. തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും ശ്രീനാഥിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി 9:30 സ്കൂബ ടീം തിരച്ചിൽ അവസാനിപ്പിച്ചു. തുടർന്ന് കുളത്തിലെ വെള്ളം വറ്റിക്കുന്നതിനു വേണ്ടി മോട്ടോർ വെച്ച് വെള്ളമടിച്ചെങ്കിലും മോട്ടോർ കേടായതിനാൽ ആ പ്രവൃത്തിയും നിർത്തിവെച്ചു. തിങ്കളാഴ്ച രാവിലെ വെള്ളം വറ്റിക്കാൻ ശ്രമം പുനരാരംഭിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതശരീരം ചെളിയിൽ താഴ്ന്ന നിലയിലായിരുന്നു. കരക്കെത്തിച്ച മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീകൃഷ്ണപുരം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 41ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന വാർഡ് കൗൺസിലർ സൗമ്യ, മുൻ നഗരസഭ വൈസ് ചെയർമാനായിട്ടുള്ള സുനി, വിജയപ്രകാശ് ശങ്കർ, നഗരസഭാ കൗൺസിലറായിട്ടുള്ള K പ്രസാദ്, രാധാകൃഷ്ണൻ രാഹുൽ, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 41ാമത് വാർഷികം വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി ഇന്നിവിടെ നടക്കുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർ CK സൗമ്യ, മുൻ വൈസ് ചെയർമാൻ R സുനു, വിജയപ്രകാശ് ശങ്കർ, 13ാം വാർഡ് കൗൺസിലർ K പ്രസാദ്, K രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് ട്രഷറർ PK സഞ്ജയൻ സ്വാഗതവും A രാഹുൽ നന്ദിയും പറഞ്ഞു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിച്ചു. സ്കൂൾ കോളേജ് തലത്തിൽ റാങ്ക് ജേതാക്കൾ, മികച്ച കലാകായിക ശാസ്ത്രമേളകളിലെ പ്രതിഭകൾ എന്നിവരെയും അനുമോദിച്ചു. ഷൊർണൂർ നഗരസഭയെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകിയ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിനെയും യോഗത്തിൽ ആദരിച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആദരമൊരുക്കി. വയോജനവേദി, വനിതാവേദി, ജൂനിയർ വനിതാവേദി, ചിൽഡ്രൻസ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. തുടർന്ന് സമ്മാനദാനവും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അതിരാത്ര ഭൂമിയായ പാഞ്ഞാളിൽ അഗ്നിമോക്ഷം കഥകളി പുതിയ പരീക്ഷണത്തിൽ നടന്നു. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ശിവക്ഷേത്രാങ്കണത്തിൽ നടന്ന കഥകളി അവതരണം കാണാൻ വിദേശികളടക്കം നിരവധി പേർ എത്തി. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നവതാര ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കലാമണ്ഡലം മുൻ HOD രാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണയായിട്ട് വേഷങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ന്യായീകരണമുണ്ട്. കാരണം
കഥകളിയിൽ നടപ്പുള്ള കഥയാണെങ്കിൽ നമുക്ക് ധാരാളം എല്ലാത്തിലും പ്രത്യേക വേഷങ്ങൾ പണ്ടുള്ള മുതൽ തന്നെ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പുതിയൊരു കഥ ഉണ്ടാവുമ്പോഴാണ് പുതിയ കഥാപാത്രങ്ങളും അവർക്ക് വേഷങ്ങളും ഭാഷയും ഒക്കെ ഉണ്ടാവേണ്ടത്. അതൊരു നാടകത്തിൻ്റെ എല്ലാ നാടകത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ അവതരണ കലകളുടെയും ഒരു പ്രത്യേകതയാണ്. ചടങ്ങിൽ പാഞ്ഞാൾ ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി മറ്റു നിരവധി വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. അഗ്നിമോക്ഷം കഥകളി വേറിട്ട അനുഭവമായി. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ലാസിക്കൽ കലകളിൽ ഒന്നായ കഥകളിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് അത്യപൂർവവും കലാരൂപത്തിന്റെ വ്യാപ്തിക്ക് നിലനിൽപ്പിനും അനിവാര്യമാണെന്ന് അഗ്നിമോക്ഷത്തിന്റെ സംവിധായകനായ കലാമണ്ഡലം രാജേഷ് പറഞ്ഞു. അഗ്നിദേവന്റെ കാഴ്ചപ്പാടിലൂടെ പൗരാണിക കലയുടെ മറ്റൊരു പുനരാഖ്യാനമാണ് PK വാസൻ അമലക്കരയുടെ ആട്ടക്കഥയിലൂടെ അനാവൃതമാകുന്നത്. കഥാപാത്രങ്ങളുടെ രൂപഘടനയിലും വേഷവിധാനത്തിലുമെല്ലാം നവീനമായ രീതികളാണ് അവതരണത്തിൽ കാണാനായത്. നിറഞ്ഞ സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ച അഗ്നിമോക്ഷത്തിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചത് കലാമണ്ഡലം അരവിന്ദാണ്. കലാമണ്ഡലം ശ്രീജിത്ത് മാരാരാണ് സംഗീത സംവിധാനം. ചന്ദ്രൻ KT, ജയകൃഷ്ണൻ എന്നിവർ കോർഡിനേറ്റർമാരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൾ കേരള ഉണ്ണി മുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പുതിയ ഉണ്ണി മുകുന്ദൻ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ വിജയാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ ആശീർവാദ് സിനി പ്ലസിൽ നടന്ന വിജയാഘോഷം തിയേറ്റർ മാനേജർ മിഥുൻ ലാൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രദർശനത്തിനെത്തിയവർക്കൊപ്പമാണ് ഫാൻസ് അസോസിയേഷൻ വിജയാഘോഷം സംഘടിപ്പിച്ചത്. മധുരപലഹാര വിതരണവുമുണ്ടായി. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രതിനിധികളായ മണികണ്ഠൻ, നിഖിൽ, അഖിൽ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിജയാഘോഷത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 21 റിലീസ് ചെയ്ത സിനിമ രണ്ടാം വാരത്തിലും കുടുംബ പ്രേക്ഷകർക്കൊപ്പം മുന്നേറുകയാണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് YV രാജേഷും അനൂപ് രവീന്ദ്രനും രചന നിർവഹിച്ച് പുറത്തിറങ്ങിയ മലയാള ഭാഷാ കോമഡി നാടക ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. സിനിമയിൽ ഉണ്ണിമുകുന്ദനൊപ്പം നിഖില വിമൽ, ചെമ്പൻ വിനോദ്, ശ്യാം മോഹൻ, സുരഭി ലക്ഷ്മി, ജോണി ആന്റണി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാകാൻ തൃത്താല ഒരുങ്ങി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മേഴത്തൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പാലക്കാട് ജില്ലയിലെ ഏക കൂൺ ഗ്രാമം പദ്ധതി തൃത്താലയിൽ നടപ്പാക്കുന്നത്. മേഴത്തൂരിൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വലിയ വരുമാന സാധ്യതയുള്ള കൂൺ കൃഷി സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ഊർജ്ജം നൽകുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക രംഗത്ത് സുസ്ഥിര തൃത്താലയുടെ മുന്നേറ്റം സാധ്യമാക്കാൻ കൂൺ ഗ്രാമം പദ്ധതിക്ക് കഴിയും. ജനങ്ങളെയാകെ കൃഷിയിലേക്ക് നയിക്കാനും സുസ്ഥിര തൃത്താല വഴിയൊരുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നമ്മൾ തൃത്താല മണ്ഡലത്തിൽ കൂട്ടായി നടത്തിയ കാർഷിക മേഖലയിലെ ഇടപെടലുകളാണ്. കാർഷിക രംഗത്ത് തൃത്താലയിലെ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് സുസ്ഥിര തൃത്താലയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 556 ഹെക്ടർ സ്ഥലത്ത് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചു. 667 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. 24 ടൺ പച്ചക്കറി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചു എന്ന് മാത്രമല്ല ഹോർട്ടികോപ്പ് വഴി സംഭരിച്ചു. കൂൺ കൃഷി പദ്ധതി ആരംഭിക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് 30.25 ലക്ഷം രൂപയാണ് കൃഷിവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. കൂൺ കൃഷിയുടെ ഭാഗമായി ചെറുകിട കൂൺ വിത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ ആരംഭിക്കും. 300 കൂൺ ബെഡുകൾ അടങ്ങിയ 2 ലാർജ് സ്കെയിൽ കൂൺ ഉൽപ്പാദന യൂണിറ്റുകളും 100 യൂണിറ്റ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളുമാണ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 56 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള 2 പാക്ക് ഹൗസുകൾ, കൂണിൻ്റെ മൂല്യവർദ്ധിത യൂണിറ്റുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവ ആരംഭിക്കും. കൂടാതെ കൂൺ കൃഷി രീതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. മേഴത്തൂർ ലാമോസ് അഗ്രി ഫുഡ്സ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയായി. നാഗശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് CV ബാലേന്ദ്രൻ, KP ശ്രീനിവാസൻ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ്,
പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പട്ടാമ്പി ശങ്കരമംഗലത്ത് സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ MT അനുസ്മരണവും പുസ്തക പ്രകാശനവും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശങ്കരമംഗലം സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ശങ്കരമംഗലത്തെ MT അനുസ്മരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ നിർവഹിച്ചു. ഇതുപോലെ നിരവധി പരിപാടികളാണ് യുവാക്കളായ സാധാരണഗതിയിൽ വായനശാലകളിലൊക്കെ തന്നെ ഒരു 60 വയസ്സിന് മുകളിലുള്ള കുറച്ച് പ്രവർത്തകരാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അതിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. മാത്രമല്ല അവരൊക്കെ തന്നെ കവികളും സാംസ്കാരിക മേഖലയിൽ എഴുതുന്നവരും ഒക്കെ തന്നെ ഉള്ള ആളുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വായനശാലയുടെ എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ്. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ KC ദീപ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ M ശ്രീനിവാസൻ, തടവ് സിനിമാ താരം PP സുബ്രഹ്മണ്യൻ, വായനശാല സെക്രട്ടറി P അജേഷ്, പ്രസിഡന്റ് AP പ്രേംനവാസ്, ലൈബ്രറിയൻ P പ്രവീൺ, P സുബ്രഹ്മണ്യൻ, AP സുരേഷ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കവിയരങ്ങ്, ഹരിതകർമ്മസേന അംഗങ്ങൾക്കും കലാകായിക പ്രതിഭകൾക്കുമുള്ള അനുമോദനം, MT സ്മൃതി പ്രദർശനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബ് ഹാളിലായിരുന്നു വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നത്. പ്രസിഡന്റ് K മധുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. K മധു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ K വിനോദ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച, മറുപടി എന്നിവ നടന്നു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് വിജയൻ പൂവക്കോട്, NK റാസി സെക്രട്ടറി, മോഹനൻ ചരപ്പറമ്പിൽ ട്രഷറർ തുടങ്ങിയവരെയും PRO KK പരമേശ്വരനെയും യോഗം തെരഞ്ഞെടുത്തു. C രവീന്ദ്രൻ മാസ്റ്റർ മോഡറേറ്ററായിരുന്നു. പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. K മധു, മോഹനൻ ചരപ്പറമ്പിൽ, NK റാസി, ലത്തീഫ്, PK സുമേഷ്, K വിനോദ് കുമാർ, പ്രദീപ്, KP കിരൺ, മുസ്തഫ, വിഷ്ണു, സന്ദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ അധികൃതർ. വിവിധ പ്രദേശങ്ങളിൽ റവന്യൂ സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. 3 ദിവസത്തിനിടെ പിടികൂടിയത് അനധികൃത പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാതികളും 1 കംപ്രസറും. പരിശോധന തുടരുമെന്ന് അധികൃതർ. തൃശൂർ മുണ്ടൂരിലെ എണ്ണ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീയിട്ടത് മുൻ ജീവനക്കാരൻ. ലോക ഭൂപടത്തിൽ നിന്ന് കമ്മ്യൂണിസത്തെ മായ്ച്ചു കളയാൻ ആർക്കും കഴിയില്ലെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. രാജ്യത്ത് സമത്വത്തിന്റെ പ്രസ്ഥാനത്തെ നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയത് ത്യാഗോജ്വല പോരാട്ടം. മണ്ണൂരിൽ CPI ലോക്കൽ സമ്മേളനം. കടമ്പഴിപ്പുറം വായില്യംകുന്നിൽ കുളം വൃത്തിയാക്കാൻ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് പ്രദേശവാസിയായ ശ്രീനാഥ്. ഇന്നലെ വൈകിട്ട് കുളത്തിൽ താഴ്ന്നുപോയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നു രാവിലെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.